കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു നെഞ്ചുവേദന മൂലം തൻ്റെ ഭാര്യയായ ദിവ്യ മരണപ്പെട്ട വിവരം ഭാര്യ വീട്ടുകാരെയും സ്വന്തം കുടുംബങ്ങളെയും വിളിച്ചറിയിക്കുന്നത് കുഞ്ഞുമോൻ. കുഞ്ഞുമോൻ എന്ന ഈ യുവാവ് സൽപ്രവർത്തനങ്ങൾക്ക് ഉടമയായതുകൊണ്ട് തന്നെ ഇയാളുടെ മേലെ ആരും യാതൊരുവിധ സംശയങ്ങളും ഉന്നയിച്ചില്ല. അസുഖത്തെ തുടർന്ന് ഗുളിക കഴിച്ച് കിടന്ന ദിവ്യ പെട്ടെന്ന് മരണപ്പെട്ടതായി താൻ കാണുകയായിരുന്നു എന്നാണ് കുഞ്ഞുമോൻ എന്ന ഈ ഭർത്താവ് എല്ലാവരെയും പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചത്. പിന്നീടാണ് ദിവ്യയുടെ ശരീരത്തിൽ ഒട്ടേറെ പാടുകളും കഴുത്തിൽ എന്തോ മുറുകിയ തരത്തിലുള്ള അടയാളങ്ങളും കാണുന്നത്. ഇതേ തുടർന്നാണ് പോലീസ് കൂടുതലായും കുഞ്ഞുമോനെ ചോദ്യം ചെയ്തതും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കുഞ്ഞുമോൻ സത്യാവസ്ഥ തുറന്നു പറയുകയായിരുന്നു. സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യ മറ്റാരോടോ എന്തോ അടുപ്പമുണ്ട് എന്നുള്ള കാര്യം പല കാരണങ്ങളിലൂടെ കുഞ്ഞുമോനിൽ വലിയ സംശയങ്ങളുണ്ടാക്കി. ഇത് കണ്ടെത്തണം എന്നുള്ള കാര്യത്തിലേക്ക് കുഞ്ഞുമോൻ നീങ്ങി. ഡെയിലി ബസ്സിലാണ് ജോലിസ്ഥലത്തേക്ക് ദിവ്യ പോകുന്നത്. ഇത് ദിവ്യ അറിയാതെ പിന്തുടരുകയായിരുന്നു കുഞ്ഞുമോൻ. അങ്ങനെയാണ് ആ ഞെട്ടിക്കുന്ന കാര്യം കുഞ്ഞുമോൻ മനസ്സിലാക്കുന്നത്. വഴിമധ്യേ ദിവ്യ ഒരിടത്ത് ഇറങ്ങുകയും മറ്റൊരു യുവാവിൻ്റെ കൂടെ ബൈക്കിൽ കയറി പോകുകയും ചെയ്യുന്നത്. തൻ്റെ ഭാര്യയുടെ ഈ പ്രവർത്തനം ഒരിക്കലും കുഞ്ഞുമോൻ എന്ന ഈ ഭർത്താവിനെ സഹിക്കാനും പൊറുക്കാനും കഴിയുന്നതിലും അപ്പുറത്തായിരുന്നു. തുടർന്ന് വീട്ടിലെത്തിയ ദിവ്യയെ ചോദ്യം ചെയ്യുകയും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുകയും ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുകയും ചെയ്തു. ഇതിനിടയിൽ നിയന്ത്രണം വിട്ട കുഞ്ഞുമോൻ ചരട് കഴുത്തിൽ മുറുക്കിയാണ് ദിവ്യയെ കൊലപ്പെടുത്തിയത്. അതിനുശേഷമാണ് നെഞ്ചുവേദന മൂലം തൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയി എന്നുള്ള കാര്യം വളരെയേറെ വിഷമത്തിൽ ഇയാൾ സ്വന്തം കുടുംബത്തെയും ഭാര്യ വീട്ടുകാരെയും വിളിച്ചറിയിക്കുന്നതും. കൊല ചെയ്യാൻ ഉപയോഗിച്ച ചരട് തൊട്ടടുത്തുള്ള ഒരു കുളത്തിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഒരിക്കലും ഒരു ഭർത്താവിനും സഹിക്കാൻ കഴിയാത്ത കാര്യമാണിത്. മറ്റൊരു യുവാവുമായി തൻ്റെ ഭാര്യക്കടുപ്പമുണ്ട് എന്നുള്ള വിഷയം ഒരിക്കലും ഒരു ഭർത്താവിനും പൊറുക്കാൻ കഴിയാത്തത് തന്നെ. മുമ്പേ പല കാരണങ്ങളാൽ കുഞ്ഞുമോന് ദിവ്യയിൽ സംശയങ്ങൾ ഉടലെടുത്തു. പക്ഷേ അത് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഇത്തരത്തിൽ പിന്തുടരുന്നതിലൂടെ തൻ്റെ ഭാര്യയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം കയ്യോടെ പിടിക്കുന്നത് കുഞ്ഞുമോൻ. തുടർന്നയാൾ ഇത്തരത്തിലേക്ക് തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തുവാനും മാത്രമുള്ള സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവും പ്രതിയുമായ കുഞ്ഞുമോന്റെ നിർണായക മൊഴി. തെളിവെടുപ്പിനിടെ തൊട്ടടുത്ത കുളത്തിൽ നിന്ന് കൊലപാതകത്തിന് ഉപയോഗിച്ച കറുത്ത ചരട് കണ്ടെത്തി. പ്രതിയായ ഭർത്താവ് കുഞ്ഞുമോനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. ആൺസുഹൃത്തിന്റെ ബൈക്കിൽ യാത്ര ചെയ്യുന്നത് കണ്ട ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കുഞ്ഞുമോന്റെ മൊഴി. കേസിൽ പീച്ചി കണ്ണാറ സ്വദേശി തെങ്കളാൻ വീട്ടിൽ കുഞ്ഞുമോനെയാണ് വരന്തരപ്പള്ളി പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നത്. വരന്തരപ്പള്ളി കൂട്ടോലിപ്പടം സ്വദേശിനി പാറക്കൽ വീട്ടിൽ ദിവ്യയാണ് കൊല്ലപ്പെട്ടത്. ദിവ്യ മരിച്ചു കിടക്കുന്നത് കണ്ടതായി ഇന്നലെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത് അമ്മൂമ്മ ശാന്തയായിരുന്നു. തുടർന്ന് വരന്തരപ്പള്ളി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. ദിവ്യയുടെ മൃതദേഹത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് സംശയാസ്പദമായി കഴുത്തിൽ കറുത്തപാട് കണ്ടെത്തിയിരുന്നു. സയന്റിഫിക് ഓഫീസർ ലക്ഷ്മി നടത്തിയ പരിശോധനയിൽ ദിവ്യയുടെ മരണം കൊലപാതകമാണെന്ന സംശയം ബലപ്പെട്ടു. ഇതിനുശേഷം ദിവ്യയുടെ ഭർത്താവ് പീച്ചി കണ്ണാറ സ്വദേശി തെങ്കളാൻ വീട്ടിൽ കുഞ്ഞുമോനെ ചോദ്യം ചെയ്യുകയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുകയും ചെയ്തു. ദിവ്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്നും മരണം കൊലപാതകമാണെന്നും ഡോക്ടർ സ്ഥിരീകരിച്ചു.